കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ തേവയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഒരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റും കൂടിയാണ്. ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഈസി ആയിട്ട് പോകുന്നതാണ്, എടപ്പള്ളി ഭാഗത്തേക്ക് പോകുന്നതാണ്. വരാൻ പോകുന്ന ജുഡീഷ്യൽ സിറ്റിയോട് വളരെ അടുത്താണ്, തൊട്ടടുത്തായിട്ടാണ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് സെൻറ്റർ തുടക്കുന്നത്. അതായത് മെഡിക്കൽ കോളേജിനോട് വളരെ അടുത്തായിട്ടുള്ളൊരു പ്രോജക്റ്റും കൂടിയാണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനും താമസിക്കാനും അനുയോജ്യമായിട്ടുള്ളൊരു പ്രോജക്റ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 4.5 സെൻറ്റാണ് ലാൻഡ് ഏരിയ വരുന്നത്. 2300 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. KW വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ്, വെൽ വാട്ടറും ഉണ്ട്. ഇനി നമ്മൾ ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ഭംഗിയുള്ളൊരു മതിൽ പാറ്റേൺ തന്നെ ഇതിന് കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിൻ്റെ വർക്ക് വരുന്നുണ്ട്, ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്, LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ടിലേക്ക് വരികയാണ്. ഇതിൻ്റെ ഗേറ്റ് തന്നെ വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പോൾ തന്നെ 2ആയിട്ട് സ്ലൈഡ് ചെയ്യുന്ന രീതിയിൽ സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഒരു പടിപ്പുരയൊക്കെ പോലെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഗേറ്റ് കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് നോർത്തിലേക്കാണ്. നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന വീടും കൂടിയാണ്. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഇതിൻ്റെ പോർച്ചാണ്. ഫസ്റ്റ് പോർച്ചിലേക്ക് വരാം. ഇങ്ങനെ വലിയൊരു വാഹനം നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പവർ പോയിൻ്റ് വരുന്നുണ്ട്. ഇനി നമ്മൾ വെസ്റ്റിലേക്ക് ഒന്ന് പോവുകയാണ്. ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് വരുന്നുണ്ട്. അപ്പം ഇവിടെയായിട്ട് നമുക്ക് വലിയൊരു 2ാമത്തെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. സൗത്ത് വെസ്റ്റ് ഭാഗമാണ്. ഇവിടേക്ക് പ്ലാൻസ് കൊടുത്തിട്ടുണ്ട്. നടക്കാനുള്ളൊരു സ്പേസും കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്കാണ് പോകാൻ പോകുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വെല്ലാണ് വന്നുള്ളത്. ഇവിടെയായിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് കിണർ വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് തന്നെയാണ് ഇതിൻ്റെ അടുക്കളയും വന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഗ്യാസിൻ്റെ പോയിൻ്റ് വന്നിരിക്കുന്നത് പുറത്തേക്കായിട്ടാണ്. അപ്പോൾ 2 സിലിണ്ടർ വയ്ക്കാനുള്ള രീതിയിൽ ഇതിൽ ഗേജ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് 2 സിലിണ്ടർ കയറ്റി വയ്ക്കാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കിണർ വരികയാണ്. ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ KW വാട്ടർ കണക്ഷനും വന്നുള്ളത്. അപ്പം വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറാണ്. കിച്ചണിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നതുമാണ്. ഇനി നമ്മൾ വീടിനകത്തേക്ക് കയറുകയാണ്. ആദ്യം സിറ്റ് ഔട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത് ലെതർ ഫിനിഷിൻ്റെ നാനോ ടൈലിൽ നിന്നും അതുകൂടാതെ തന്നെ മാറ്റ് ടൈലുമായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 സൈഡിൽ പ്ലാന്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട്, പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അകത്തേക്ക് കയറുകയാണ്. സിംഗിൾ ഡോറാണ് വന്നുള്ളത്. നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന സിംഗിൾ ഡോറാണ്. അപ്പോൾ അതിൻ്റെ പാറ്റേണൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ലിവിങ് സ്പേസിലാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് വെസ്റ്റ് സൈഡ്, ഇത് നോർത്ത് സൈഡ്. നോർത്ത് സൈഡ് ഫ്രഞ്ച് വിൻഡോസ് ആയിട്ട് പാനലൊക്കെ ചെയ്തിട്ടുണ്ട്. മാറ്റ് ടൈലാണ് വന്നുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ടൈൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് TV സ്പേസ് വരുന്നുണ്ട്. വലിപ്പമുള്ളൊരു TV ഹാങ് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ധാരാളം കിട്ടുന്നുണ്ട്. DB യൂണിറ്റാണ് വന്നുള്ളത്. 3 ഫേസ് ലൈനാണ് വരുന്നത്. ലെഗ് ആൻഡിൻ്റെ ഫിറ്റിങ്സ് തന്നെയാണ് കൊടുത്തുള്ളത്. ഫാൾ സീലിംഗ് വർക്കും ഭംഗിയായിട്ടാണ് ചെയ്തുള്ളത്. LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കോർണർ സെറ്റ് നമുക്ക് ഇടാം, ടീപ്പ് ഇടാം. അതിനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. നേരെ നമ്മൾ ഡൈനിങ്ങിലേക്കാണ് പോകുന്നത്. ഈ ഡൈനിങ്ങിലേക്ക് കയറുന്ന എൻട്രൻസ് ഒക്കെ ഭംഗിയായിട്ടാണ് കവർ ചെയ്തുള്ളത്. LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നേരെ ഡൈനിങ്ങിലേക്ക് വരികയാണ്. നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് 6 ചെയറോ 8 ചെയറോ നമുക്ക് ഈസി ആയിട്ട് ഇടാം. അത്രയും വലിപ്പമുണ്ട്. അപ്പോൾ ഡൈനിങ് ടേബിൾ ഇട്ടാൽ തന്നെയാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് പാസ് ചെയ്യാനുള്ള സ്പേസ് കൂടി കൊടുത്തിട്ടാണ് ഈ ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഇത് ഈസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡുമാണ്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. കയറി വരുമ്പോൾ ഒരു ഭാഗത്ത് മാറിയിട്ടാണ് ഇതിൻ്റെ പില്ലർ, അതായത് ബീം വരുന്ന ഭാഗമൊക്കെ ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കിച്ചണിലേക്കാണ് പോകുന്നത്. കിച്ചൺ വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റിലാണ്. ഈസ്റ്റിലേക്ക് ഹുഡും ഹോബും ഒക്കെ വയ്ക്കാം. ഇപ്പം ഓൾറെഡി കോപ്പർ ലൈനൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ഗ്യാസിൻ്റെ അടുപ്പ് മാത്രം വെച്ചാൽ മതി. ഔട്ട് സൈഡിലാണ് സിലിണ്ടർ വയ്ക്കുന്ന ഭാഗം വരുന്നത്. ഒരു L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിധിച്ചിരിക്കുകയാണ്. ക്വാളിറ്റിയുള്ള സിങ്ക് വരുന്നുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. വശങ്ങളിലെല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. 2 കളർ പാറ്റേണിലാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ പവർ പോയിൻ്റൊക്കെ ധാരാളം കിട്ടുന്നുണ്ട്. ഇനി വലിയൊരു ഫ്രിഡ്ജാണെന്നുണ്ടെങ്കിൽ ഈ സ്പേസിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ഇനി കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന എൻട്രൻസ് ആണെന്നുണ്ടെങ്കിലും കിഴക്കോട്ടാണ് വന്നുള്ളത്. ഒരു കോറിഡോർ പോലെ നമുക്ക് വർക്ക് ഏരിയ കിട്ടിയിട്ടുണ്ട്. ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പ്ലെയിൻ ഷീറ്റാണ് വന്നുള്ളത്. ഫൈബർ ഷീറ്റാണ് ഇവിടെ കൊടുത്തുള്ളത്. മേലെയായിട്ട് ഡ്രസ് വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും സ്പേസ് നമുക്കൊരു വർക്ക് ഏരിയ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്.
അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ബെഡ്റൂമിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് ഡൈനിങ് ഏരിയയോട് മാറി ഒതുങ്ങിയിട്ടാണ് ഇവിടെ വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു വലിപ്പമുള്ളൊരു വാഷ് ബേസിൻ വന്നിട്ടുണ്ട്, പില്ലർ കോക്ക് വന്നിട്ടുണ്ട്, വശങ്ങളെല്ലാം ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി മിറർ വരാനുണ്ട്, ഓൾറെഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെയാണെങ്കിൽ സ്റ്റോറേജ് സ്പേസും കിട്ടുന്നുണ്ട്. ഇനി സ്റ്റെയറിൻ്റെ അടിയിലാണ് ഇൻവെർട്ടറിനുള്ളൊരു സ്പേസ് കൊടുത്തുള്ളത്, സ്റ്റോറേജ് സ്പേസും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോകാം. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഇതാണ് വെസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡാണ്. ഏകദേശം ഒരു 14 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂം തന്നെയാണ്. കബോർഡുകളാണെന്നുണ്ടെങ്കിൽ ഒരു കോർണറായിട്ടാണ് ചെയ്തുള്ളത്. അപ്പം ഇവിടെയാണെങ്കിൽ കുഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ബേവിൻ്റെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ധാരാളം കബോർഡുകളും കിട്ടിയിട്ടുണ്ട്. നേരെ നമുക്കിതിൻ്റെ ബാത്റൂമിലേക്ക് ഒന്ന് വരാം. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, അതുപോലെ തന്നെ മിക്സർ വന്നിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റാണ്, എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മേലെ നിന്ന് ഇറങ്ങി, അതായത് റെയിൻ ഷവർ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈലാണെന്നുണ്ടെങ്കിൽ വിത്ത് ഗ്ലോസിയും കൂടിയാണ്. അപ്പം ഇതിൻ്റെ ബെഡ്റൂം വരെ മനോഹരമായിട്ടാണ് സീലിംഗ് വർക്കും LED ലൈറ്റിലൊക്കെ കൊടുത്തുള്ളത്. വിത്ത് ഡ്രസ്സിങ് ടേബിൾ അടക്കമുള്ള കബോർഡും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മേലേക്ക് പോവാണ്. നാനോ ടൈലാണ് സ്റ്റെപ്പിന് കൊടുത്തുള്ളത്. ഒരു ഗ്രിപ്പുള്ള ടൈല് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. സ്ക്വയർ ട്യൂബിൽ വുഡ് പൊതിഞ്ഞിരിക്കുകയാണ്. മേലേക്ക് കയറാം. ഇത് നോർത്ത് സൈഡാണ്. അവിടെ വലിപ്പമുള്ള 3 വിൻഡോസ് വന്നിട്ടുണ്ട്. ഇത് ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇവിടെ പെർഗോളാസും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ലൈറ്റ് ഈസി ആയിട്ട് വീഴുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരെ ബെഡ്റൂമിലേക്ക് തന്നെ വരാം. മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് ഭാഗത്താണ്. ഇത് വെസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡ്. അപ്പോൾ ഇതിൻ്റെ നീളം വന്നിരിക്കുന്നത് ഏകദേശം 14 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. സെയിം കബോർഡ് സിസ്റ്റം തന്നെയാണ് ഇവിടെയും കൊടുത്തുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും കൂടിയാണ്. ഇനി നമ്മളിതിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. പതിനാറ് അടി നീളവും 10 അടി വീതിയുള്ള നീളത്തിലുള്ള ബെഡ്റൂമാണ് വന്നുള്ളത്. ഇത് വന്നിരിക്കുന്നത് നോർത്ത് സൈഡ്, ഇത് ഈസ്റ്റ് സൈഡ്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. കബോർഡാണെന്നുണ്ടെങ്കിൽ 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിലും വിത്ത് ഡ്രസ്സിംഗ് ടേബിളോട് കൂടി തന്നെ. നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, 3-വേ മിക്സഡ് ടാപ്പ്, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് വരുന്നുണ്ട്. സീലിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിംഗിൾ പീസ് ക്ലോസറ്റാണ്. താഴെ മാറ്റ് ടൈലാണ്. വിത്ത് ഗ്ലോസിയാണ്. നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫൈബർ ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് 4ാമത്തെ ബെഡ്റൂം വന്നുള്ളത്. ഏകദേശം ഒരു 12 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. AC-യുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഒരു ചെറിയൊരു ബാൽക്കണിയും കൂടി ഉണ്ട്. ശരിക്കും ഇതൊരു വിൻഡോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ചെറിയൊരു ബാൽക്കണിയാണ്. നമുക്ക് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയേക്കാം. ഇങ്ങനെ ഇവിടെ ഒരു ഹാൻഡിൽ വരാനുണ്ട്. അപ്പം ഇവിടെ ഹാൻഡിലും കൂടി ആയി കഴിയുമ്പോൾ നമുക്ക് ഇറങ്ങി നിൽക്കാനും അല്ലെങ്കിൽ പ്ലാന്റ്സുകളൊക്കെ കൊടുക്കാനുള്ള ഒരു സ്പേസ് ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ചെറിയൊരു ബാൽക്കണി കിട്ടുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം. വാഷ് ബേസിൻ, മിറർ, സിംഗിൾ പീസ് ക്ലോസറ്റ്, മിക്സഡ് ടാപ്പ്, റെയിൻ ഷവർ എല്ലാം ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. താഴെ മാറ്റാണെങ്കിൽ വിത്ത് ഗ്ലോസിയാണ്. ഇനി നമ്മളിതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് പോകാൻ പോകുന്നത്. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റിയാണ്. ഇവിടെ 2 പവർ പോയിന്റ് വരുന്നുണ്ട്, വാട്ടർ പോയിന്റ് വരുന്നുണ്ട്, വേസ്റ്റ് ലൈൻ വരുന്നുണ്ട്. അപ്പം നമുക്ക് വാഷിംഗ് മെഷീൻ ഇവിടെ വയ്ക്കാം. അവിടെയും ഒരു പവർ പോയിന്റ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയായിട്ടൊരു അയൺ ടേബിൾ ഇടാം. അപ്പോൾ നല്ലൊരു യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നുണ്ട്. ഇനി ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറുന്ന ഭാഗം ഫുള്ള് ഷീറ്റിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് കാറ്റടിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഷീറ്റിട്ട് കവർ ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പ് ഒരു തരി നനയാത്ത രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പും കൊടുത്തിരിക്കുകയാണ്. ഡോറ് വരുന്നുണ്ട്. ഇതിങ്ങനെ നമുക്ക് സ്ക്വയർ ട്യൂബിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് ലോക്ക് ചെയ്തിടാവുന്നതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. ഒരു സ്റ്റെപ്പ് കയറി ഇറങ്ങാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഹാൻഡിലിൻ്റെ വർക്ക് വരാനുണ്ട്. അപ്പം നല്ലൊരു ബാൽക്കണിയും കൂടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്.
വലിയൊരു ഊഞ്ഞാലൊക്കെ കൊടുക്കാനുള്ള സ്പേസൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ബാൽക്കണിയോട് കൂടിയ വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇന്ന് നമ്മളിതിൻ്റെ ഡീറ്റെയിലേക്ക് പോവാണ്. അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന കളമശ്ശേരി ഭാഗത്ത് ഒരു ഗേറ്റഡ് വില്ലയുടെ അകത്ത് 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസോട് കൂടിയ വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 4.5 സെൻറ്റ് ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 2300 സ്ക്വയർ ഫീറ്റ് വരുന്നത്. താഴെ ഇതിന് 1 ബെഡ്റൂമും മേലെ ഇതിന് 3 ബെഡ്റൂമും 1 യൂട്ടിലിറ്റിയും വർക്ക് ഏരിയയൊക്കെ കൊടുത്താണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 1,15,00,000 രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്. വില നെഗോഷ്യബിളാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിളാണ്. ഈ വീടിൻ്റെ വീഡിയോ എൻ്റെ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.